പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ കുളത്തിൽ കണ്ടില്ല ഗപ്പികൾ, ഇങ്ങനെ ഒരുപാട് ഗപ്പികളുണ്ട് കേട്ടോ. നിറയെ ഗപ്പികളാണ് ഇതിലുള്ളത്. ഇത് നമ്മൾ ഒരു 4-5 കൊടുന്നിട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ടാണ് ഇതിലിങ്ങനെ ഗപ്പികളുണ്ട്. പിന്നെ ഇന്നലെ ഒരു കോഴിക്കാർപ്പുണ്ട് കൊടുന്നിട്ടിട്ട് 2 ഒരു ജോഡിയായിട്ടാണ് കൊടുന്നിട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറെ ഐഗ്ലൂ ഫിഷ് ഉണ്ട് കേട്ടോ. ഒരുപാട് മിക്സായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതേപോലെ ഇപ്പോൾ ഇവിടെ ഒരു മഞ്ഞ, ആ വെള്ളൻ്റെ അടുത്തൊരു മഞ്ഞ കളർ കണ്ടില്ല, അതിൻ്റെ കുഞ്ഞുങ്ങൾ നല്ല ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ കണ്ടില്ലൊരു മഞ്ഞ, ആ മഞ്ഞ ഇതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട്. ഒരു 100 കണക്കിന് കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ നമ്മൾ ക്യാമറയിൽ സൂം ചെയ്യുക കാണുന്നുണ്ടോയെന്നറിയില്ല. ക്യാമറയിൽ അത്ര എളുപ്പമായി കാണൂല കേട്ടോ. അതിൻ്റെ ഒരു കുഞ്ഞാണ് ഞാനിവിടെ ഇതിനെ കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു കുട്ടിയാണ്. അതുപോലെ 100 കണക്കിന് കുട്ടികളുണ്ട് അതിൻ്റെ കേട്ടോ. അതാണിപ്പോൾ നമ്മളവിടെ സക്സസ് ആയിട്ട് വിരിഞ്ഞിറങ്ങിയിട്ടുള്ളത്. ഐഗ്ലൂ ഫിഷ് വീണ്ടും പാറ്റി ചെറിയ കുട്ടികളാവാതെ പിന്നാണ് ചത്തു പോവുകയാണ്. അതിൻ്റെ എന്തായാലും ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിലൊന്ന് അറിയിക്കട്ടോ. ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ കുട്ടികൾ ചാവുന്നതിന് എന്താണ് നമ്മൾ പ്രതിവിധി. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വേണ്ടില്ല, ഇത് റെഡ് പ്ലാന്റ് ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ തൈ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ തൈ ഇതുവരെ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. ഒന്ന് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നുണ്ട്. തൈകളിപ്പോൾ ഒരുപാട് ഒരു 100-300 തൈകൾ നമ്മൾ ചെറിയ പീസുകളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും തൈകൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. വാട്സപ്പ് വാട്സപ്പ് നമ്പർ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങളൊന്ന് ബന്ധപ്പെടുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കാൻ കാരണം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ തൈ കൊടുക്കാനുണ്ടോ. അപ്പോൾ നമ്മളടുത്ത് ഇതിനുള്ള തൈകൾ നമുക്ക് ആവശ്യത്തിനുള്ളത് ആയിട്ട് വേണം ഇത് കൊടുക്കാനെന്ന് കരുതിയിട്ട് ഞാനിത് ഇപ്പോൾ കൊടുക്കാനില്ല എന്ന് അവരോടൊക്കെ പറഞ്ഞത് കേട്ടോ. ഇത് നല്ല ഭംഗി ആയിട്ട് വെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിലത് വളർത്തിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ തൈകൾ ഉണ്ടാക്കുക. ദണ്ടിയിൽ അടിയിലൊക്കെ ചെറിയ തേപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് വേലി മോഡലൊക്കെ ഇങ്ങനെ നിർത്തി നല്ല കട്ടാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ, കട്ട് ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയാവും കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പച്ച ചെടി എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അത് ഞാൻ ഒരിടത്ത് കണ്ടിട്ടാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു തൈ ഞാൻ വെറും 3 തൈകളാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലുള്ള 3 തൈകളാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 മാസം മുൻപാണ് കൊടുക്കുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് ഒരു 100 കണക്കിന് തൈകളുണ്ട് കേട്ടോ. തൈകളുണ്ട്. ഇതിമെന്നൊക്കെ ഇപ്പോൾ വെട്ടി ഇതാക്കുകയാണെങ്കിൽ ഒരു 1000 കണക്കിന് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് വലുതായിട്ട് വെച്ചിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. ഈ കുളത്തിൻ്റെ സൈഡിൽ നമുക്ക് ഇത് ഭംഗിയിലിങ്ങനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ലൊരു ഭംഗിയായിക്കാരം ഇത് കാണാൻ. ഈ ഭാഗത്ത് ഇതിൻ്റെ ഈ പച്ച ഒരു ബോർഡർ വരുമ്പോഴാണ് ഇതിൻ്റെ ഈ ഭംഗിയുള്ളത്. നമുക്ക് നമ്മളെ ഗാർഡനിലൊക്കെ ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ചെടിയായിട്ടുണ്ട് ഇപ്പോൾ ഈ റെഡ് പ്ലാന്റ് പറഞ്ഞത് കേട്ടോ. നമുക്കത് കാണുമ്പോഴൊരു ഭംഗി ഉണ്ട്. നമ്മൾ ഇത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഇത് വെക്കേണ്ടത് കേട്ടോ. വെയിൽ കിട്ടുന്ന, അതായത് തണലത്ത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കരുതിയ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണ്ടവർക്കൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഈ തൈകൾ അപ്പോൾ നമുക്ക് എത്ര തൈകൾ വേണ്ടി വരുന്ന നമുക്ക് ഒരു ഏകദേശം ഒരു ധാരണ കിട്ടും. പിന്നെയാണ് ഞാനത് അത് കൊടുക്കാൻ വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിൽ ഇവിടെ ഒരു ചെറിയൊരു റോസ് ഈ ഒരു തൂണുമ്മൽ വെച്ചിട്ടുണ്ട് കേട്ടോ. തൂണൊരു ഒരു 4 മീറ്റർ വലിപ്പമുള്ള തൂണാണ്. അതിൻ്റെ ഉള്ളിലൊരു ചെടിയുണ്ട്, ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ. നല്ല പൂവുണ്ടാകുന്ന ഒരു ചെടിയാണ് അത്.
പിന്നെ ഞാൻ അതിൻ്റെ ആ ഹോളിൽ കൂടി ഇങ്ങനെ വലുതായി വരികയാണ് ചെയ്യുക കേട്ടോ. അത് എങ്ങനെയായാലും ഉണ്ടാവും. നമ്മൾ പുറത്ത് വെള്ള പെയിൻ്റ് അടിച്ചതുകൊണ്ട് അതിന് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ചൂടിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് നമ്മൾ വ്ളാത്താങ്കര ചീര എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു പുതിയ ഇനം ചീരയാണ് കേട്ടത്. നല്ല ചുവപ്പ് കളറ്. ഇതിൻ്റെ ഈ ചുവപ്പ് കുറവുള്ളത് അതല്ല കേട്ടോ, ഇതാണ് വ്ളാത്താങ്കര ചീര. പിന്നെ അത് നല്ല അത്യുൽപാദന ശേഷിയുള്ളൊരു ചീരയാണ്. നമ്മൾ പെട്ടെന്നത് വലിയ ചീരയായി മാറും കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ ഒരു ചെറിയൊരു ജന്തുക്കളുണ്ട്. അതിനെന്തെങ്കിലും കീടനാശിനി നമ്മൾ ഒരു ഈച്ച പോലുള്ളൊരു അത് വന്നിട്ട് ഇത് നാശമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് ഉള്ളൊരു വളം എന്തെങ്കിലും കീടനാശിനി ഇപ്പോൾ പ്രയോഗിച്ചില്ലെങ്കിൽ അത് അങ്ങോട്ട് ഇതായിപ്പോകും കേട്ടോ. ഇതിവിടെ നമ്മൾ പച്ചയും ചുവപ്പ് ചീരയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അത് കുറച്ച് മുരട് ഏറുണ്ട്. അത് നമ്മൾ ഇനി ഇങ്ങനെ പാകത്തിന് പറിച്ചത് അതിൻ്റെ മുരട് പാകമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എടുക്കുക കേട്ടോ. ഇതോടെ കണ്ടില്ലേ, നമ്മൾ ഒരുപാട് ഒരു 6-7 മാസമായിട്ടാണ് ഈ ഒരു വഴുതനങ്ങ നമുക്ക് കായ്ഫലം തരൽ തുടങ്ങിയിട്ട്. ഇപ്പോൾ അത് കണ്ടില്ലേ, ഒരു ഇതിൽ തന്നെ 3 ഇതായിട്ട് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ മരം മൂത്ത് തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ ഈ വഴുതനങ്ങ നല്ല കായ ഒരു കൊലയിൽ 2-3 ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. അതിൻ്റെ മുൻപ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓരോന്ന് എപ്പോഴെങ്കിലുമൊക്കെ പിടിച്ചിരുന്നുണ്ട്. ഇപ്പോൾ നല്ല ഈ മരം മൂത്തപ്പോഴാണ് ഇത് നല്ലൊരു കായ്ഫലം തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ചീര, ഈ ഭാഗത്തും ചീര ഉണ്ട് കേട്ടോ, മുളകുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 10 മണി ഒക്കെ നല്ല പൂവായിട്ടുണ്ട് കേട്ടോ. ഈ 10 മണി കാണാൻ നല്ലൊരു ഭംഗിയാണ്. നമ്മളൊരു ചെറിയൊരു പൈപ്പിന്മേലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് പല കളറും ഇതിലുണ്ട് കേട്ടോ. വേണ്ടില്ല, ഇതിൻ്റെ വെള്ള കളറുണ്ട്, റോസുണ്ട്, മഞ്ഞുണ്ട്, ഒരു ഇളം റോസ് കളറൊക്കെ ആയിട്ടുള്ളതുണ്ട് കേട്ടോ. നമ്മൾ ബോഗൺവില്ല ഉണ്ട്. പിന്നെ അത് കണ്ടില്ല, ഇതിൻ്റെ ഈ ഒരു പൂവ് നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് സീസൺ ചെടിയല്ല കേട്ടോ. അത് എപ്പോഴും പൂവുണ്ടായിക്കൊണ്ട് ഇരിക്കും ഇങ്ങനെ. അതുപോലെ തന്നെ ഈ ഇത് കണ്ടില്ല, ഇത് ഇവിടെ നമ്മൾ ഈ ഇൻ്റർലോക്കിൻ്റെ ഇടയിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ നമ്മളിത് അങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ കളയണില്ല കേട്ടോ. ഇവിടെ ചീര ഉണ്ട്, ഇതൊക്കെ കോഴിച്ചീര ഉണ്ട് ആ പൂളിലെ. പിന്നെ ഈ ചീരയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ, കറിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പിടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടി കൊടുക്കാനാണ് പോരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇൻ്റർലോക്കിന് പ്രശ്നമൊന്നുമില്ല. ഇത് യൂഫോർബിയ നല്ല ചുവപ്പ് കളറാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഇവിടെ ബോഗൺവില്ല ഉണ്ട്. ഈ സൈഡിൽ നമ്മൾ ഫുള്ള് ബോഗൺവില്ല അങ്ങനെയാണ് വെച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് നമുക്ക് ബോഗൺവില്ല നമ്മളങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഭാഗത്ത് ഈ സൈഡിൽ നമ്മൾ മുറ്റത്തിൻ്റെ ആ ഭാഗം വരെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ 4 സൈഡിലും വീടിൻ്റെ ചുറ്റുഭാഗത്ത് നമ്മൾ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളവിടെ പുല്ല് ഇടുന്ന കുറച്ച് ഒഴിഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ആല് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഈ ആല് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിലാക്കി നിർത്തുന്നുണ്ട് കേട്ടോ. നമ്മളിത് അങ്ങനെ ഈ വളരാൻ വിട്ടുകൊടുക്കാതെ ആലങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തൊരു നമ്മളൊരു മഞ്ഞ തെച്ചിയുണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ ചെടികൾ നമ്മൾ ചട്ടികളിൽ ഇങ്ങനെ നിരനിരയായിട്ട് ഈ സൈഡിൽ ഫുള്ള് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മളിത് വളം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് വളം ചെയ്ത് ഒരു ഇന്ന് എല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വളം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ പച്ചക്കറിയിൽ നിന്ന് തന്നെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കണം കേട്ടോ. നമ്മൾ പച്ചക്കറി വേസ്റ്റ്, നമ്മൾ വീട്ടിലുള്ള വേസ്റ്റ്, മീൻ കഴുകിയ വെള്ളം, അതുപോലെ തന്നെ ഇറച്ചി കഴുകിയ വെള്ളം, അങ്ങനത്തെ വെള്ളങ്ങൾ മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്നൊരു വളം വാങ്ങേണ്ട ഒരു സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഈ ഒരു ബോഗൺവില്ല കണ്ടില്ല, ഇതിന്മേൽ തന്നെ 2 കളറായിട്ടാണ് വരുന്നത്. വലിയ പൂവാണ് കേട്ടോ അത്. ഇതിൻ്റെ കണ്ടില്ല, വലിയ പൂക്കളാണിത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത്ര വലിയ പൂക്കൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നത്, അല്ലാതെ എൻ്റെ വളത്തിൻ്റെ പ്രത്യേകത ഒന്നും അല്ല കേട്ടോ. ആ ഒരു ചെടിമ മാത്രമേ ഉള്ളൂ അങ്ങനെ വലിയ പൂവ് വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ ബോഗൺവില്ല
ഈ ഒരു ബോഗൺവില്ല ഈ ഒരു ഇനം നല്ലൊരു ഇതാണ് കേട്ടോ. നമ്മളെ കൈ കണ്ടില്ലേ, ഈ ഒരു കയ്യിൽ ഒതുങ്ങണ അല്ല ഈ പൂവുള്ളത് കേട്ടോ. നല്ല നല്ല ഭംഗി ഉണ്ട് അതിൻ്റെ കാണാൻ. അതുപോലെ കട്ടായിട്ട് നിൽക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബോഗൺവില്ല നമ്മൾ കളറ് കണ്ടില്ലേ, കളറ് പിന്നെ നല്ലൊരു പിന്നെ റെഡ് കളർ അട്രാക്ഷനുള്ളൊരു കളറാണ് കേട്ടത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ നീല കളറും കൂടി വരുമ്പോൾ കോമ്പിനേഷൻ നല്ലൊരു കളറാണ് ഇത് വരുന്നത്. ഈ ഒരു ഇത് എപ്പോഴും നന കുറഞ്ഞിരുന്നു, ഇത് വാടുന്നുണ്ട് കേട്ടോ. എന്താണ് അതിൻ്റെ ഒരു ഇതൊന്നും മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ നമ്മളെ ഈ വേണ്ടിയില്ലേ ലില്ലി പോപ്പി, അതിമടിയിലൊക്കെ പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. തേനീച്ചകൾ നല്ല തേൻ കുടിക്കാനും വരുന്നുണ്ട്. ഈ ചെറിയ ഈച്ചകളാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇത് വേണ്ടിയില്ലേ ഈ ഒരു മരത്തുമ്പോൾ തന്നെയാണ് ഈ രണ്ട് കളറായിട്ടുള്ളത് കേട്ടോ. ഇതൊരു പ്രത്യേക കളർ, ഇത് എവിടെയും കാണാത്തൊരു പുതിയൊരു ഇനം കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കമ്പ് മുറിച്ചിട്ട് സെപ്പറേറ്റ് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയ്മ അതുപോലെയുള്ള കളറ് കിട്ടാൻ സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റോസാണ് കേട്ടോ, അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു പൂവ് ഇങ്ങനെ വിരിഞ്ഞ് തരണുള്ളൂ. ഇതിൻ്റെ നല്ല കളറുള്ളൊരു പൂവാണ് കേട്ടോ. ഇങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ വരണുള്ളൂ. അപ്പോൾ ഇതൊരു 2 ദിവസമൊക്കെ ഒരു പൂവ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല നനി വാട്ടൊന്നുമില്ലെങ്കിൽ 2-3 ദിവസമൊക്കെ ആ പൂവ് അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ റോസ് പിന്നെ ഉണ്ട്. റോസ് കണ്ടില്ലേ, ഇതിൽ 2 വിധം റോസാണ്, ഒരു വെള്ളയും പിന്നെ ഒരു റോസ് കളറുമാണ് ഉള്ളത്. പിന്നെ അപ്പോൾ അത് നല്ല വളർച്ച കിട്ടുന്നുണ്ട്. ഇതൊന്നൊക്കെ കഴിഞ്ഞ് പ്രൂൺ ചെയ്യാനായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പറയുന്നതൊരു സീസൺ ചെടിയാണെന്ന്. ഇതിപ്പോൾ വീണ്ടും പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 6 പ്രാവശ്യമായി നമ്മളെ ഈ വീട്ടിൽ ഇതിങ്ങനെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അടിയിൽ നിന്നൊക്കെ പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. ഇന്നിതൊരു വള്ളി റോസാണ്, വള്ളിയായിട്ട് ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പോകണതാണ് കേട്ടോ. അത് കണ്ടില്ല, ഇതിൻ്റെ പിന്നെ നല്ല കളറാണ് ഈ റോസ് കേട്ടോ. ഒരു നല്ല കടും റെഡ് കളറാണ്. പിന്നെ നമുക്കത് കാണാൻ തന്നെ ഒരു അട്രാക്ഷനുള്ള കളറാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ നിങ്ങളെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക, ഒന്ന് ലൈക്കും ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മറക്കാതെ ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനി നീട്ടിക്കൊണ്ടുപോകണില്ല. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.